Good morning. Good morning. ഞാൻ പറയുന്നത് ഓക്കെ കേൾക്കാൻ പറ്റുന്നു. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? കുറച്ച് ദിവസങ്ങളായല്ലേ ക്ലാസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു പറഞ്ഞത്? ലാബ് സ്റ്റാൻഡേർഡുകള്, ഇത് 10 ചാപ്റ്റർ, 100 സ്റ്റാൻഡേർഡ്സ്, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. എക്സാം ആണല്ലേ, എക്സാം ആയതുകൊണ്ട് അതിന്റെ ഒരു തിരക്കിലാണ് നിങ്ങള്. ഓക്കെ, കുഴപ്പമില്ല. നിങ്ങള് സമയം എക്സാം ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് സമയം കിട്ടുന്നതിന്റെ അനുസരിച്ച് ഒന്ന് വായിച്ചൊക്കെ നോക്കാം. അപ്പൊ ക്ലാസ്സിൽ കയറുമ്പോഴേ എന്തായാലും ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാം. മാക്സിമം ക്ലാസ്സിൽ നിന്ന് തന്നെ നമ്മൾ പഠിച്ചു പോകാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക, അങ്ങനെയൊക്കെ ഉള്ളതൊന്ന് ചെയ്ത് വെക്കാം. പിന്നെ എക്സാം ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആവുമ്പോൾ നിങ്ങൾ സമയം പോലെ റെക്കോർഡ് ക്ലാസ് ആണെങ്കിൽ അത് കാണാൻ പറ്റുന്നവര് അത് കാണുക, ലൈവിൽ കയറാൻ പറ്റാത്തവര് റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുന്നതിന്റെ അനുസരിച്ച് അത് കാണുക, അത് കറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്ത് പോവുക കേട്ടോ. അപ്പൊ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, എക്സാം ആയതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് എക്സാമിന് പഠിക്കണം. അപ്പൊ ഇത് ചിലപ്പോ ഒരു പക്ഷെ വായിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. കുഴപ്പമില്ല, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് എന്താണ്? സ്റ്റാൻഡേർഡ്സുകൾ 10 ചാപ്റ്റർ ഉണ്ട്. അതില് 100 സ്റ്റാൻഡേർഡ്സ്, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് അല്ലെ. അതില് ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സില് 102 102 ഇതിനകത്ത് കോർ കാറ്റഗറിയിലാണ് വരുന്നത്. Then and 459 കമ്മിറ്റ്മെന്റ് കാറ്റഗറി. Then okay, and 30 excellence category. 4 വരുന്നില്ല അതിനകത്ത്. 60 അച്ചീവ്മെന്റ് കാറ്റഗറിയില് 60 അതും കൂടി ഉണ്ട് കേട്ടോ. 102 കോർ കാറ്റഗറിയില്, 459 കമ്മിറ്റ്മെന്റ് കാറ്റഗറിയില്, 60 അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ. അത് നിങ്ങൾ ഓൾറെഡി നേരത്തെ പഠിച്ചതാണ്. Then 30 എക്സലൻസ് കാറ്റഗറിയിൽ. ഓക്കെ, അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇല്ലേ ആ 60 എന്നുള്ളത് നമ്പർ? ടെക്സ്റ്റ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറഞ്ഞത്, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലെ. ഇനി നോക്കിയേ, the NAAC standards, 4th edition standards are documented in 10 chapters which are as follows. നമ്മൾ മൊത്തം പറഞ്ഞത് 10 ചാപ്റ്റേഴ്സ് ആണ്. നാവിന്റെ സ്റ്റാൻഡേർഡുകൾ നമ്മൾ 10 ചാപ്റ്ററുകളായിട്ട് തിരിച്ചേക്കുന്നത്. അത് താഴെ ഉണ്ടാവും, 1 to 10 വരെയുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എക്സയിൽ പഠിച്ചതാണ് അല്ലെ. ജസ്റ്റ് ഇതിന്റെ പേരുകൾ മാത്രം നമ്മൾ എക്സയിൽ നോട്ട് ചെയ്ത് വെച്ചതാണ്. ഏതൊക്കെയാണ് ഫസ്റ്റ് വരുന്നത്? ഫസ്റ്റ് ഏതാ? അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. അവിടെ നമ്മൾ അന്നും പറഞ്ഞായിരുന്നു എക്സ്പാൻഡഡ് ഫോം പഠിക്കണമെന്ന്. ഇതുപോലെ തന്നെ നിങ്ങൾ അതിന്റെ എക്സ്പാൻഡഡ് ഫോം പഠിച്ചു വെക്കാം. ഫസ്റ്റ് വൺ അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. അസസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രവേശനം. അസസ്മെന്റ്, അതിനെ അസസ് ചെയ്യുക, വിലയിരുത്തുക. ആൻഡ് ദ കണ്ടിന്യൂറ്റി ഓഫ് കെയർ, പരിചരണത്തിന്റെ ഒരു തുടർച്ച. ACC എന്ന് പറയും. Then കെയർ ഓഫ് പേഷ്യൻസ്, അടുത്തതാണ് PA സ്മോൾ ലെറ്റർ മതി കേട്ടോ. കെയർ ഓഫ് പേഷ്യൻസ്, COP, കെയർ ഓഫ് പേഷ്യൻസ്, രോഗികളുടെ പരിചരണം. മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, MOM, അതിന്റെ ഷോർട്ട് ഫോം നോട്ട് ചെയ്യണം. Then patient rights and education, PRE, patient rights and education. Then hospital infection control, HIC, hospital infection control. ഇതില് ആദ്യത്തെ 5 ഏതിൽ വരുന്നതാണ്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നതാണ്. 10 ചാപ്റ്റേഴ്സില് ആദ്യത്തെ 5 പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്, അതായത് ഒരു പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളിൽ വരുന്നതാണ് ആദ്യത്തെ 5. അത് നമ്മൾ അന്ന് പഠിച്ചു വെച്ചേക്കുന്നതാണ് അല്ലെ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നമ്മൾ പഠിച്ചതാണ്. ആദ്യത്തെ 5 പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നതാണ്. അപ്പൊ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നത് ഏതാണെന്ന് ചോദിക്കാം.
assessment and continuity of care, care of patients, management of medication, patient rights and education, hospital infection control. ഇതാണ് patient centered standards. ഇനി അടുത്തത് ആറാമത്തെ നോക്കിയേ, patient safety and quality improvement, PSQ, responsibility of management, ROM, facility management and safety, FMS, human resource management, HRM, then information management system, IMS. ഇതിന്റെ expanded form നോക്കണം നിങ്ങൾ. അതിന്റെ ഷോർട്ട് ഫോം ആയിട്ടാണെങ്കിലും എക്സ്പാൻഡഡ് ഫോമും രണ്ടും മനസ്സിലാക്കി വെക്കാം. ഇത് ഇനി 5 മുതൽ 10 വരെയുള്ള അടുത്ത 5 എണ്ണം ഇതിൽ വരുന്ന ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നതാണ്. ഒരു ഓർഗനൈസേഷനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളിൽ വരുന്നതാണ്. എവിടുന്ന്? ആറാമത്തെ മുതലുള്ളത് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്, ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. അപ്പൊ അത് ക്ലിയർ അല്ലേ? ആദ്യത്തെ 5 എണ്ണം പേഷ്യന്റ് സെന്റേർഡിലും അടുത്ത 5 എണ്ണം ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിലും വരുന്നത്. പിന്നെ അതിന്റെ നിങ്ങൾ നമ്മള് എക്സ്പാൻഡഡ് ഫോമും ഒന്ന് നോക്കി വെക്കാം. അത്രയും മതി അതില്. ഇനി the first chapters are, അത് താഴെ പറയുന്നുണ്ട്, the first chapters are patient centered and the remaining 5 chapters are also organization centered. ആദ്യത്തെ 5 എണ്ണം patient centered സ്റ്റാൻഡേർഡ്സിലും അടുത്ത 5 എണ്ണം ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിലും വരുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയ ഒരു ടേബിൾ ആണ് ഇവിടെ തന്നേക്കുന്നത്. അപ്പൊ ടേബിൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇതിന്റെ നമ്പർ ഒന്നും അങ്ങനെ ചോദിക്കാറില്ല. പിന്നെ ടോട്ടൽ എത്രയുണ്ടെന്നൊന്ന് മാത്രം മനസ്സിലാക്കി വെക്കാം. അതും ഇവിടെ നോക്കി നമ്മള് ചാപ്റ്ററുകള് നമ്മള് 10 എണ്ണം തന്നെയാണ്. ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3, ചാപ്റ്റർ 4, ചാപ്റ്റർ 5 ഇങ്ങനെ 5 ചാപ്റ്റർ വന്നത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിലാണ്. അടുത്തത് 6 to 10 അത് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിലും. അങ്ങനെ 10 ചാപ്റ്റർ. ഓക്കെ, 10 ചാപ്റ്ററിന് രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 5 എണ്ണം പേഷ്യന്റ് സെന്റേർഡില്, അടുത്ത 5 എണ്ണം ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ വരുന്നതാണ്. അപ്പൊ ടോട്ടല് 10 എണ്ണം. ഓക്കെ, ഇനി അതിന്റെ ടൈറ്റില് ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഇനി ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതിന്റെ ഓരോന്നിന്റെ AAC, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. അപ്പൊ അതിന്റെ ടൈറ്റിലാണ് അടുത്ത ഒരു കോളത്തിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഫസ്റ്റത്തെ ചാപ്റ്ററും അടുത്ത കോളത്തില് ടൈറ്റിലും. അടുത്ത നോക്കി സമ്മറി ഓഫ് സ്റ്റാൻഡേർഡ്സ്. അപ്പൊ ഓരോ നമ്മൾ ടൈറ്റിലില്ലേ അതിന്റെ കീഴിലും ആ സമ്മറി, സ്റ്റാൻഡേർഡിന്റെ സമ്മറി സംഗ്രഹം തന്നിട്ടുണ്ട്. സമ്മറി ഓഫ് സ്റ്റാൻഡേർഡ് അതാണ്. ഇപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ വീണ്ടും അതിൽ എത്രയുണ്ട്? 14 എണ്ണം വരുന്നുണ്ട്. സമ്മറി ഓഫ് സ്റ്റാൻഡേർഡ്. ഓക്കെ, ആ ചാപ്റ്റർ 1 അതിന്റെ കീഴിൽ 14 എണ്ണം വരുന്നുണ്ട്. സ്റ്റാൻഡേർഡുകള് 14 സ്റ്റാൻഡേർഡ്സ് വരുന്നത്. ഇനി അതിന്റെ നോക്കി അതിന്റെ നേരെ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണ്. ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അത് നിങ്ങൾക്ക് അടുത്ത ഈ പാരഗ്രാഫിൽ പറയുന്നുണ്ട് കേട്ടോ. സ്റ്റാൻഡേർഡ് എന്താണോ ഒബ്ജക്റ്റീവ് എലമെന്റ് എന്താണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ 14 ആദ്യത്തെയാണ് ഈ 14 സ്റ്റാൻഡേർഡ് ആണ് പറഞ്ഞത്. ആ 14 സ്റ്റാൻഡേർഡിനെയും അളക്കാൻ മെഷർ ചെയ്യാനുള്ളതാണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ആ 14 സ്റ്റാൻഡേർഡിനെയും മെഷർ ചെയ്യാനുള്ളതാണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. അപ്പൊ അതിന്റെ നമ്പർ ആണ്, വെറുതെ നമ്പർ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് അത് ബൈഹാർട്ടൊന്നും ചെയ്ത് പഠിക്കേണ്ട, നമ്പർ അങ്ങനെ ചോദിക്കാറില്ല. ഓക്കെ, അതിന് നിങ്ങൾ ആ നടുക്കത്തെ, അതായത് നമ്മൾ അതിന്റെ ആ എക്സ്പാൻഡഡ് ഫോം ഉള്ളത് പഠിച്ചു വെച്ചിരിക്കും കേട്ടോ. അപ്പൊ അതിനകത്ത് AAC സമ്മറി ഓഫ് സ്റ്റാൻഡേർഡ് എത്ര വരുന്നുണ്ട്? ചാപ്റ്റർ 1 എത്ര സ്റ്റാൻഡേർഡ്? 14 സ്റ്റാൻഡേർഡ്. അതിന്റെ ഒബ്ജക്റ്റീവ് എലമെന്റ് 96. ചാപ്റ്റർ 2 സ്റ്റാൻഡേർഡ് 22, ഒബ്ജക്റ്റീവ് എലമെന്റ് 151. 3 13 സ്റ്റാൻഡേർഡുകള് 76, ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. ചാപ്റ്റർ 4 8 സ്റ്റാൻഡേർഡ് 54, ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. ചാപ്റ്റർ 5 9 സ്റ്റാൻഡേർഡ് 54, ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. 6 9 സ്റ്റാൻഡേർഡ് 59, ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. 7 ചാപ്റ്റർ 7 6 സ്റ്റാൻഡേർഡ്സ് 39 objective elements. Chapter 8 7 standards 56 objective elements. Chapter 9 10 standards 53 objective elements. Chapter 10 7 standards
Then objective elements 45. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ നിങ്ങൾ. അപ്പൊ നമ്മള് ചാപ്റ്റർ 10 തന്നെയാണ്. പിന്നെ നമ്മള് HIലൊക്കെ പഠിച്ചത് എത്രയാ? 100 എന്നല്ലേ പറഞ്ഞേക്കുന്നത് സ്റ്റാൻഡേർഡുകൾ. ഇവിടെ നോക്കിയാൽ ടോട്ടല് 105 വരുന്നുണ്ട്. അതായത് അത് ഓരോ നമ്മുടെ മാനദണ്ഡങ്ങൾക്കും അനുസരിച്ച് ഇപ്പൊ ഓരോ 3 വർഷം കൂടുമ്പോൾ NAAP അതിന്റെ സ്റ്റാൻഡേർഡുകൾ പരിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞു നമ്മള്, അല്ലെ? അത് ഹോസ്പിറ്റലിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് 4 വർഷം കൂടുമ്പോഴാന്ന് പറഞ്ഞു. അപ്പൊ ഓരോ വർഷമൊക്കെ അവര് സ്റ്റാൻഡേർഡുകൾ പുതുക്കുമ്പോൾ ചിലപ്പോ കുറച്ച് കാര്യങ്ങൾ കൂടി അവര് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മളിപ്പോ എത്ര 105 എണ്ണം അങ്ങനെ എക്സ്ട്രാ 5 എണ്ണം കൂടി ചേർത്തിട്ടുണ്ട്. ഓക്കെ, അത് ഓരോ വർഷവും കഴിയുമ്പോൾ നമ്മൾ ആ സ്റ്റാൻഡേർഡ്സുകൾ ചിലപ്പോ ഇപ്പൊ ഓരോ കാര്യങ്ങളൊക്കെ കൂടി വരുന്നില്ലേ? അപ്പൊ അതിന്റെ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ കൂടുന്നതിന്റെ അനുസരിച്ചൊക്കെ ആ സ്റ്റാൻഡേർഡ്സിൽ കുറച്ചുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ 105 എണ്ണവും അത് നമുക്കൊരു എന്താ ഒരു കോൺസ്റ്റന്റ് അല്ല, നമുക്ക് സ്ഥിരമായിട്ട് പറയാൻ പറ്റില്ല. അത് ഏകദേശമാണ് നമ്മൾ അന്ന് 100 എന്ന് പറഞ്ഞത്. അതിനുശേഷം ഒരു 5 സ്റ്റാൻഡേർഡ് കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ അടുത്ത അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് നമ്മൾ 651 എന്നാ പറഞ്ഞത്. അപ്പൊ അതില് നമ്മൾ കുറച്ചുകൂടി 683 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് വരുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഓരോ ഇതും അതിന്റെ സ്റ്റാൻഡേർഡ്സ് അത് അവര് പുനഃപരിശോധിക്കുമ്പോൾ അതിൽ എക്സ്ട്രാ ചേർക്കുന്ന കാര്യങ്ങളാണ്. ആ സ്റ്റാൻഡേർഡ്സ് കൂടി അവർ എക്സ്ട്രാ ഇൻക്ലൂഡ് ചെയ്തതാണ്. അല്ലെങ്കിൽ കുറച്ചും കൂടി നമ്മൾ എന്താണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് അതിലേക്ക് ആഡ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് നിങ്ങൾ ഇങ്ങനെ നമ്പറായിട്ട് അങ്ങനെ ചോദിക്കാറില്ല. എന്നുവെച്ചാൽ അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുവാണല്ലോ. സ്ഥിരമായിട്ട് ഇത്ര നമ്പർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്പറുകൾ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അതിനകത്ത് നിങ്ങൾ ആ ടേബിളിൽ നോട്ട് ചെയ്തിട്ടോ ആ ഓരോന്നിന്റെ എക്സ്പാൻഡഡ് ഫോം തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? ജസ്റ്റ് അതിനകത്തൊന്ന് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ആ കോളം ഒന്ന് വായിച്ചു എന്നുള്ളൂ. ഓക്കെ, സ്റ്റാൻഡേർഡുകൾ അപ്പൊ ഇത്ര മനസ്സിലാക്കി വെക്കുക. എന്താ ഓരോ ചാപ്റ്ററുകളും അതിന്റെ ഉള്ളില് അതിന്റെ കീഴില് അതിൽ എന്തുണ്ട്? സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ചാപ്റ്റർ 1ലാണെങ്കിൽ 14 സ്റ്റാൻഡേർഡ്സ് വരുന്നുണ്ട്. അതിനെ മെഷർ ചെയ്യുന്ന ഓരോ സ്റ്റാൻഡേർഡിനെയും മെഷർ ചെയ്യുന്ന ചെയ്യാനുള്ളതാണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. ഒബ്ജക്റ്റീവ് എലമെന്റ്സ് അത് 96 ആണ് ഒന്നാമത്തെ. ഓക്കെ, ജസ്റ്റ് അത്രയൊന്ന് നോക്കിയാൽ മതി നിങ്ങൾ. ഇനി നോക്കിയേ അടുത്ത പാരഗ്രാഫില് എന്താണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. A standard is a statement of expectation that defines the structure and the process that must be substantially in place in an organization to enhance the quality of care. എന്തിനു വേണ്ടിയാ എൻഹാൻസ് ചെയ്യാന്ന് വെച്ചാൽ വർദ്ധിപ്പിക്കുക. എൻഹാൻസ് ചെയ്യാന്ന് വെച്ചാൽ വർദ്ധിപ്പിക്കുക. എക്സ്പെക്ടേഷൻ, എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞത് ഒരു പ്രതീക്ഷ. എക്സ്പെക്ടേഷൻ, എക്സ്പെക്ടേഷൻ പ്രതീക്ഷ. എക്സ്പെക്ടേഷൻ പ്രതീക്ഷ. സബ്സ്റ്റാൻഷ്യലി, സബ്സ്റ്റാൻഷ്യലി എന്ന് വെച്ചാൽ ഒരു ഗണ്യമായ, ഗണ്യമായ. ഇനി ആ മീനിങ് എന്താണ് നോക്കി. എന്താണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്? അപ്പോ നമ്മൾ എന്തിനു വേണ്ടിയാ? ഒരു ഓർഗനൈസേഷന്റെ ക്വാളിറ്റി ഓഫ് കെയർ, ഒരു പരിചരണത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ? സ്റ്റാൻഡേർഡുകളൊക്കെ എന്തിനാ? അതിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ? അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ചില മാനദണ്ഡങ്ങളാണ് സ്റ്റാൻഡേർഡുകൾ. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഓർഗനൈസേഷന്റെ പരിചരണത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിന്, ഒരു ഓർഗനൈസേഷന് ഉണ്ടായിരിക്കേണ്ട സ്ട്രക്ചർ ആൻഡ് പ്രോസസ്. കണ്ടോ, ഡിഫൈൻസ് ദ സ്ട്രക്ചർ ആൻഡ് പ്രോസസ്. ഒരു ഓർഗനൈസേഷന് ഉണ്ടായിരിക്കേണ്ട അതിന്റെ ഘടന അല്ലെങ്കിൽ അവിടുത്തെ നടപടിക്രമങ്ങള്, പ്രോസസ്സ് വിശദീകരിക്കുന്ന, ഡിഫൈൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. സ്വീകരിക്കുന്ന ഒരു പ്രസ്താവന, പ്രതീക്ഷയുടെ ഒരു പ്രസ്താവന, ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്പെക്ടേഷൻ. ആ ഒരു പ്രതീക്ഷയുടെ ഒരു പ്രസ്താവനയാണ് സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഓർഗനൈസേഷന്റെ ആ പരിചരണത്തിന്റെ ഒരു ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ ആ ഒരു സ്ഥാപനത്തിന് ഗണ്യമായി ഉണ്ടായിരിക്കേണ്ട അതിന്റെ ഘടന അല്ലെങ്കിൽ അവിടുത്തെ പ്രോസസ്സ് അതൊക്കെ വിശദീകരിക്കുന്ന ഒരു പ്രതീക്ഷിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു പ്രതീക്ഷയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്.
അപ്പൊ എന്തെന്ന് പറയാം? സ്റ്റാൻഡേർഡ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാ? ഒരു ഓർഗനൈസേഷന്റെ ക്വാളിറ്റി ഓഫ് കെയർ, പരിചരണത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. ഇനി അടുത്തത് പറഞ്ഞേക്കുന്ന ആൻ ഒബ്ജക്റ്റീവ് ഇലമെന്റ്. അപ്പൊ അത് വേണമെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. വലിയ ഡെഫിനിഷൻ ആയിട്ടൊന്നും ചോദിക്കാറില്ല, എങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്പെക്ടേഷൻ ദാറ്റ് ഡിഫൈൻ ദ സ്ട്രക്ചർ ആൻഡ് പ്രോസസ് ദാറ്റ് must be substantially in place in an organization to enhance the quality of care. Then, an objective element is that a component of a standard which can be measured objectively on a റേറ്റിംഗ് സ്കെയിൽ. എന്താ പറഞ്ഞേക്കുന്നേ? ഒരു റേറ്റിംഗ് സ്കെയിലില് നമ്മൾ ഒബ്ജക്റ്റീവ്ലി എന്ന് വെച്ചാൽ എന്താ? വസ്തുനിഷ്ഠമായി ഒരു റേറ്റിംഗ് സ്കെയിലില് വസ്തുനിഷ്ഠമായിട്ട് അളക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡിന്റെ ഒരു ഭാഗം, ഒരു ഘടകമാണ് എന്തെന്ന് പറയുന്നത്? ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഒരു റേറ്റിംഗ് സ്കെയിലില് നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് അളക്കാൻ കഴിയുന്ന ഒരു സ്റ്റാൻഡേർഡിന്റെ ഒരു ഘടകം. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ എന്താണ്? ഈ ഓരോ സ്റ്റാൻഡേർഡിനെയും മെഷർ ചെയ്യാനുള്ളതാണ് ഒബ്ജക്റ്റീവ് എലമെന്റ് എന്ന് പറയുന്നത്. ഓരോ സ്റ്റാൻഡേർഡിനെയും എന്താ മെഷർ ചെയ്യാൻ, അളക്കാനുള്ളതാണ് ഒബ്ജക്റ്റീവ് എലമെന്റ്. അത് അങ്ങനെ ഒന്ന് എഴുതി വെച്ചോട്ടോ അവിടെ. ഓരോ സ്റ്റാൻഡേർഡിനെയും മെഷർ ചെയ്യാൻ പറ്റുന്നത്, മെഷർ ചെയ്യാനുള്ളതാണ് ഒബ്ജക്റ്റീവ് എലമെന്റ്. ഇതൊരു സ്റ്റാൻഡേർഡിന്റെ ഒരു ഭാഗമാണ്, ഒരു ഘടകമാണ്. കമ്പോണന്റ് ഓഫ് എ സ്റ്റാൻഡേർഡ്. കണ്ടോ? ആൻ ഒബ്ജക്റ്റീവ് എലമെന്റ് ഈസ് ദാറ്റ് കമ്പോണന്റ്സ് ഓഫ് എ സ്റ്റാൻഡേർഡ് വിച്ച് ക്യാൻ ബി മെഷർഡ് ഒബ്ജക്റ്റീവ്ലി ഓൺ എ റേറ്റിംഗ് സ്കെയിൽ. അതായത് ഈ സ്റ്റാൻഡേർഡുകളെ നമ്മൾ മെഷർ ചെയ്യാനുള്ളതാണ് ഈ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡിന്റെ ഒരു ഭാഗമാണ് ഈ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു സെന്റൻസ് കൂടി അവിടെ പറയുന്നുണ്ട്. ദ അക്സെപ്റ്റബിൾ കംപ്ലൈന്റ്സ്. കംപ്ലൈന്റ്സ് എന്ന് വെച്ചാൽ പാലിക്കുക എന്നുള്ള മീനിങ് ആട്ടോ. വിത്ത് ദ മെഷറബിൾ എലമെന്റ്സ് will determine the overall compliance with the standard. എന്താ? അതായത് മെഷറബിൾ ഇലമെന്റുകൾ എല്ലാം ഈ സ്റ്റാൻഡേർഡിന്റെ ഒരു കമ്പോണന്റ് ആണെന്ന് പറഞ്ഞു നമ്മള്. ഒബ്ജക്റ്റീവ് എലമെന്റ്, ഈ മെഷറബിൾ എലമെന്റ്സ് എന്ന് പറയുന്നത് is a component of a standard. ഒരു സ്റ്റാൻഡേർഡിന്റെ ഒരു ഘടകമാണ് അല്ലെങ്കിൽ ഒരു ഭാഗമാണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? മെഷറബിൾ ഇലമെന്റ്സ് പാലിക്കുന്നുണ്ടോ, ഓരോ മെഷറബിൾ ഇലമെന്റ്സും പാലിക്കുന്നുണ്ടോ എന്നതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് സ്റ്റാൻഡേർഡുകൾ പാലിക്കുന്നുണ്ടോ എന്ന് അളക്കുന്നത്. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് തന്നേക്കുന്നത്. നോക്കിയേ, ദ അക്സെപ്റ്റബിൾ കംപ്ലൈന്റ്സ് വിത്ത് മെഷറബിൾ ഇലമെന്റ്സ് വിൽ ഡിറ്റർമിൻ. കണ്ടോ? നമുക്കൊരു സ്വീകാര്യമായിട്ടുള്ള ഒരു പാലിക്കുന്നത്, മെഷറബിൾ ഇലമെന്റ്സ് പാലിക്കുന്നുണ്ട് നിശ്ചയിക്കുന്നത് എന്താ? വിത്ത് ഡിറ്റർമിൻ. എന്താണ് തീരുമാനിക്കുന്നത്? ദ ഓവറോൾ കംപ്ലൈന്റ്സ് വിത്ത് ദ സ്റ്റാൻഡേർഡ്. ഒരു സ്റ്റാൻഡേർഡിന്റെ മൊത്തത്തിലുള്ള പാലനം, അതായത് മെഷറബിൾ ഇലമെന്റുകള് പാലിക്കുന്നുണ്ടോ എന്നതിന്റെ അർത്ഥത്തിലാണ് ആ സ്റ്റാൻഡേർഡ് പാലിക്കുന്നുണ്ടോ എന്ന് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ആ സ്റ്റാൻഡേർഡുകള് പാലിക്കുന്നുണ്ടോ എന്ന് മെഷർ ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? നമ്മൾ ആ മെഷറബിൾ ഇലമെന്റ്സ് അത് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ അതും കൂടി നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്, അത് പാലിക്കുന്നുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ആ സ്റ്റാൻഡേർഡ് പാലിക്കുന്നുണ്ടോ എന്ന് അളക്കുന്നത്. മനസ്സിലായോ? അത് the acceptable compliance with the measurable elements will determine the overall compliance with the standard. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അതെന്താണ് പറഞ്ഞേക്കുന്നത്? ഒരു മെഷറബിൾ ഇലമെന്റ്സ്, നമുക്ക് സ്വീകാര്യമായിട്ടുള്ള ഒരു മെഷറബിൾ ഇലമെന്റ്സ് പാലിക്കുന്നുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ആ സ്റ്റാൻഡേർഡ് പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ആ സ്റ്റാൻഡേർഡ് പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ മെഷർ ചെയ്യുന്നത്. മനസ്സിലായോ? അത് സെന്റൻസ് ക്ലിയർ ആയോ?
ഒബ്ജക്റ്റീവ് എലമെന്റ് എന്ന് പറഞ്ഞത് എന്താ? ആ ഒരു സ്റ്റാൻഡേർഡിന്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞു അല്ലെ? ഒബ്ജക്റ്റീവ് എലമെന്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡിന്റെ ഭാഗമാണ്. അത് ഓരോ സ്റ്റാൻഡേർഡിനും എന്തുണ്ട്? ഇപ്പൊ ആദ്യത്തെ നമ്മൾ 14 പറഞ്ഞു, സ്റ്റാൻഡേർഡ് പറഞ്ഞു. ചാപ്റ്റർ 1 14 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിനെ മെഷർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. അത് എത്ര ഉണ്ട്? 96 ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഓരോ സ്റ്റാൻഡേർഡിനെ മെഷർ ചെയ്യാനുള്ളതാണ് എന്ത്? ഒബ്ജക്റ്റീവ് എലമെന്റ് എന്ന് പറയുന്നത്. ഇനി ആ മെഷറബിൾ, നമുക്ക് സ്വീകാര്യമായിട്ടുള്ള മെഷറബിൾ എലമെന്റ്സ് പാലിക്കുന്നുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത്? നമ്മൾ ആ സ്റ്റാൻഡേർഡ് പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്റ്റാൻഡേർഡ് പാലിക്കുന്നുണ്ടോ എന്ന് മെഷർ ചെയ്യുന്നത്. ഇനി നോക്കിയേ, അവിടെ AAC അത് നമ്മൾ പറഞ്ഞത് തന്നെയാ. അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. COP കെയർ ഓഫ് പേഷ്യന്റ്. MOM മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ. PRE patient rights and education. HIC hospital infection control. CQI continuous quality improvement. Then ROM responsibility of management. FMS facility management and safety. HRM human resource management. IMS information management system. Okay, അത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ 14 സ്റ്റാൻഡേർഡുകളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? ആദ്യത്തെ ചാപ്റ്റർ 1 14 സ്റ്റാൻഡേർഡ് ഉണ്ട്. അതെല്ലാവരും നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ. ഈ 14 സ്റ്റാൻഡേർഡുകളും നിങ്ങൾക്ക് പഠിക്കണം. അതിന് ഫുള്ള് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണ്ട. ഞാൻ അവിടെ നോക്കിയിട്ടുണ്ട്, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നത്, അത് കണ്ടിട്ടുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിടാം. അത് നിങ്ങൾ ഈ ക്ലാസ് എടുക്കുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ അത് നോട്ടിലൊന്ന് നിങ്ങളുടെ ആ ടെക്സ്റ്റില് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇത് നിങ്ങൾ എന്തായാലും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. ഇവിടെ എക്സാമിന് നിങ്ങളോട് ചോദിക്കുന്നത്, ഇപ്പൊ ഇതിനകത്ത് AAC1 എന്നാ പറഞ്ഞേക്കുന്നത് അല്ലെ? അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. അതിന് 14 സ്റ്റാൻഡേർഡ് വന്നിട്ടുണ്ടല്ലോ. ആ 14 സ്റ്റാൻഡേർഡില് നമ്മളോട് ചോദിക്കാം AAC1 മീൻസ് അതെന്താ മീൻ ചെയ്യുന്നേ, അല്ലെങ്കിൽ AAC2 അതിലെന്താ പറയുന്നത്. അങ്ങനെ ഓരോ 14 സ്റ്റാൻഡേർഡുകൾ ഉണ്ട്. നിങ്ങൾ ആ അബ്രിവേഷൻസ് ഒക്കെ പഠിപ്പിച്ചത് ഓർക്കല്ലേ? ടെർമിനോളജിയിൽ അബ്രിവേഷൻ പഠിച്ചപ്പോൾ ഞാൻ നോട്ട് ചെയ്ത് തന്നില്ലേ നിങ്ങൾക്ക് ഇതുപോലെ? അതായത് ഫുള്ള് നിങ്ങൾ 300 ചില്ലാൻ അബ്രിവേഷൻസ് ഉണ്ടായിരുന്നു. അതിൽ ഇമ്പോർട്ടന്റ് മാത്രം നോട്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാട്ടോ. അതായത് ഫുള്ള് പഠിക്കുന്നവർക്ക് പഠിക്കാം, എങ്കിലും ഇത്രയും നിങ്ങൾ പഠിക്കാതിരിക്കരുത്. അതെന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടന്റ് ആണ് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് തരുന്നത്. അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. അത് നമ്മൾ പല രീതിയിൽ ചോദിക്കാം. ഒന്നില്ലെങ്കിൽ നമുക്ക് ആ AAC1 മീൻസ് അതെന്താ മീൻ ചെയ്യുന്നേ, അത് ഏതാണെന്നുള്ള ആ സ്റ്റേറ്റ്മെന്റുകൾ തരാം, അതിൽ ഏതാണെന്ന് കറക്റ്റ് എഴുതണം. അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കാം, ആ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് ഏതിൽ വരുന്നതാണെന്ന് ചോദിക്കാം. AAC1, AAC2, AAC3 അങ്ങനെ ഓപ്ഷൻസ് തരാം. അപ്പോ ഇവിടെ പറയുന്നത് മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക. ഞാൻ ടിക്ക് ഇട്ട് തരുന്നത് മാത്രം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കാം. ഓക്കെ, നമുക്ക് ഓരോന്ന് നോക്കാം. 14 എണ്ണം ഉണ്ട്. ഇത് ഫുള്ള് ഇനി അത്രേ ഉള്ളൂ. നമുക്ക് ഇനി ചാപ്റ്റർ ബാക്കി ഫുള്ള് ആ സ്റ്റാൻഡേർഡുകളാണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ 1 നമ്മള് എത്രയാ AACയില് നമ്മള് 14 സ്റ്റാൻഡേർഡുകളാണ് പഠിച്ചത്. 14 സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ 14 എണ്ണാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിന് ഫസ്റ്റ് നോക്കി, ഇത് വെറുതെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് ഡീറ്റെയിൽ ഒന്നും ഇല്ല. ഇതിനകത്ത് പറഞ്ഞിരുന്നത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് എടുക്കുക. AAC1 എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ പറയുന്നത്? സ്റ്റാൻഡേർഡ് 1 ആണ് കേട്ടോ. AACയുടെ സ്റ്റാൻഡേർഡ് 1 14 സ്റ്റാൻഡേർഡില് ഒന്നാമത്തെ എന്താ മീൻ ചെയ്യുന്നത്? ദ ഓർഗനൈസേഷൻ ഡിഫൈൻസ് ആൻഡ് ഡിസ്പ്ലേസ് ദ ഹെൽത്ത് കെയർ സർവീസ് that provides. എന്താണ്? ഒരു ഓർഗനൈസേഷൻ അത് നൽകുന്ന ഒരു സർവീസ്, ആ ഒരു ഓർഗനൈസേഷൻ, ആ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റല് നൽകുന്ന ആ സർവീസ് അതിനെ എന്ത് ചെയ്യുന്നു? അത് ഡിഫൈൻ ചെയ്യുന്നു. സേവനങ്ങള് എന്ത് ചെയ്യുന്നു? അത് ഡിഫൈൻ ചെയ്യുകയും അത് ഡിസ്പ്ലേ ചെയ്യുക, പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ്
The organization defines and display the healthcare services that provides. അതായത് ഒരു ഓർഗനൈസേഷൻ നൽകുന്ന സേവനങ്ങൾ, ആരോഗ്യ സേവനങ്ങൾ, ഹെൽത്ത് കെയർ സർവീസ്, ഒരു ഓർഗനൈസേഷൻ നൽകുന്ന ഹെൽത്ത് കെയർ സർവീസ് എന്താണ് എന്നുള്ളത് അത് ഡിഫൈൻ ചെയ്യുകയും അത് ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യുന്നു. എന്തൊക്കെ സർവീസുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തൊക്കെയാണെന്ന് അത് ഡിഫൈൻ ചെയ്യുന്നു, അത് ഡിസ്പ്ലേ ചെയ്യുന്നു, പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. ഒന്നാമത്തത് നോട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ അവിടെ എന്താ ഒന്ന് ടിക്കിട്ട് വെച്ചാൽ മതി കേട്ടോ. ടിക്കിട്ട് വെച്ചാൽ ഒന്നാമത്തെ പഠിക്കണം. ഓക്കെ, ഇനി അതറിയാലോ, ഒരു ഓർഗനൈസേഷൻ അവർ നൽകുന്ന ഹെൽത്ത് കെയർ സർവീസ് എന്താണ് എന്നുള്ളത് അവർ ഡിഫൈൻ ചെയ്യുകയും ചെയ്യുന്നു, അത് പ്രദർശിപ്പിക്കുക, ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യുന്നു. ഇനി AAC2 സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ എന്താ പറയുന്നത്? The organization has a well-defined registration and admission process. ഒരു ഓർഗനൈസേഷന് വെൽ ഡിഫൈൻഡ്, ഒരു നന്നായി എന്താ ഡിഫൈൻ ചെയ്തിട്ടുള്ള, നിർവചിക്കപ്പെട്ടിട്ടുള്ള രജിസ്ട്രേഷനും അഡ്മിഷൻ പ്രോസസ്സും ഉണ്ട്. അതാണ് AAC2 പറയുന്നത്. ഉണ്ടോ? ആ സ്റ്റാൻഡേർഡ് ഇതാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റാൻഡേർഡില് ചാപ്റ്റർ 1 നമ്മള് ചാപ്റ്റർ 1 നമ്മള് ആ സ്റ്റാൻഡേർഡിൽ രണ്ടാമത്തെ സ്റ്റാൻഡേർഡിൽ എന്താ പറയുന്നത്? ചാപ്റ്റർ 1 AAC ആണെന്ന് നമുക്കറിയാം. അതില് രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് എന്താ? ഓർഗനൈസേഷൻ ഹാസ് എ വെൽ ഡിഫൈൻഡ് രജിസ്ട്രേഷൻ ആൻഡ് അഡ്മിഷൻ പ്രോസസ്. ഒരു ഓർഗനൈസേഷന് നന്നായി നിർവചിച്ചിട്ടുള്ള രജിസ്ട്രേഷൻ, അഡ്മിഷൻ പ്രോസസ് ഉണ്ട്. രണ്ടാമത്തെ ടിക്കറ്റ് വയ്ക്കുക. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് പഠിക്കേണ്ടത്. ഇനി അടുത്ത് നോക്കിയേ, AAC3. There is an appropriate mechanism for transfer or referral of patients. ഇതിപ്പോ ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടേക്കണ പോലെ തന്നെയാണോ നിങ്ങളുടെ ആ ടെക്സ്റ്റിലുള്ളത്? അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഒറ്റ സെന്റൻസ് ആണ് കേട്ടോ. ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതിനകത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടേക്കുന്നതിൽ കാണുന്നേ. നിങ്ങളുടെ ആ ടെക്സ്റ്റിൽ കറക്റ്റ് ചെയ്തതാണോ? അത് ഒറ്റ സെന്റൻസ് ആണെന്നുള്ളൂ. ഇങ്ങനെ കിടക്കുന്നേ നിങ്ങളുടെ ടെക്സ്റ്റില്? നോ, കറക്റ്റ് ആണ്. ഓക്കെ, കുഴപ്പമില്ല. അത് കണ്ടിന്യൂസ് ആണ്, ഒറ്റ സെന്റൻസ് ആണെന്നുള്ളൂ. There is an appropriate mechanism for transfer or referral of patients. എന്തുണ്ട്? പേഷ്യൻസിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ റെഫർ ചെയ്യുന്നതിന്, റെഫറലിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു മെക്കാനിസം, ഒരു സംവിധാനം ഉണ്ടെന്ന്. അപ്പൊ ട്രാൻസ്ഫർ ചെയ്യുന്ന എന്തിനാ? ബെറ്റർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെ, അല്ലെങ്കിൽ ബെറ്റർ കെയറിന് വേണ്ടിയിട്ടൊക്കെ പേഷ്യന്റിനെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ റെഫർ ചെയ്യാം, റെഫറലിനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ എന്തുണ്ട്? ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ട്. Continuity of treatment. അതാണ് referral when the patient is sent to another healthcare professional or service. അല്ലെ, വേറെ ഡോക്ടറിന് റെഫർ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ വേറൊരു സർവീസിലേക്ക് റെഫർ ചെയ്യുന്നതാവാം. ഇതിന് വേണ്ട അഡീഷണൽ കെയർ, കുറച്ചുകൂടി നമുക്ക് അഡീഷണൽ കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടറെയോ അല്ലെങ്കിൽ നമുക്കൊരു സർവീസോ ഒക്കെ റെഫർ ചെയ്യുന്നത്. അതാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാന്നുള്ള ഉദ്ദേശിക്കുന്നത്. അതിന് എന്താണുള്ളത്? ഒരു കറക്റ്റ് ആയിട്ടുള്ള, ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എന്തുണ്ട്? ഒരു സംവിധാനം ഉണ്ട്. അതാണ് AAC3 പറയുന്നത്. There is an appropriate mechanism for transfer or referral of patients. Okay. അടുത്തത് മൂന്നാമത്തെ വേണ്ട കേട്ടോ. അടുത്ത നാലാമത്തെ നോക്കിയേ. Patients cared for the organization undergoes an established initial assessment. Patient cared for by the organization undergoes an established initial assessment. ഒരു ഓർഗനൈസേഷൻ കെയർ ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ടല്ലോ, ഒരു ഓർഗനൈസേഷൻ കെയർ ചെയ്യുന്ന, പരിചരിക്കുന്ന പേഷ്യന്റ് പതിവായിട്ട് അതിന് എന്താണ്? ഒരു ഇനിഷ്യൽ അസസ്മെന്റിന് വിധേയരാകുന്നു. ഇങ്ങനെ ഇനിഷ്യൽ അസസ്മെന്റ് അവർക്ക് എന്ത് ചെയ്യുന്നു? ഉറപ്പുവരുത്തുന്നു. അതാണ് ഓർഗനൈസേഷൻ ഒരു കെയർ ചെയ്യുന്ന പേഷ്യൻസ്, അതിന് അവര് ഒരു ഇനിഷ്യൽ അസസ്മെന്റിന് എന്ത് ചെയ്യുന്നു? വിധേയരാകുന്നു. വിധിക്കുക, ഉറപ്പിക്കുക, സ്ഥാപിക്കുക എന്നുള്ളതൊക്കെയാണ് എസ്റ്റാബ്ലിഷ്ഡ് എന്നുള്ള മീനിങ് കേട്ടോ.
ഒരു ഓർഗനൈസേഷൻ കെയർ ചെയ്യുന്ന പേഷ്യൻസ് എന്ത് ചെയ്യുന്നു? ഇനിഷ്യൽ അസസ്മെന്റിന് വിധേയരാകുന്നു. AAC 4 പറയുന്നതാണ്. അതും നിങ്ങൾ രണ്ടെണ്ണം വേണ്ട. അടുത്ത നോക്കിയേ, AAC 5 ആണ്. എന്താ പറയുന്നത്? പേഷ്യന്റ് കെയർ by the organization undergo a regular reassessment. എന്താണ്? ഒരു patient care by the organization. ഒരു ഓർഗനൈസേഷൻ കെയർ ചെയ്യുന്ന പേഷ്യൻസ് എന്തിന് വിധേയരാകുന്നു? റീഅസസ്മെന്റ്, പുനർമൂല്യനിർണയത്തിന് വിധേയരാകുന്നു. Patients cared for by the organization undergoes a regular reassessment. ഒരു ഓർഗനൈസേഷൻ കെയർ ചെയ്യുന്ന പേഷ്യൻസ് പതിവായിട്ട് എന്ത് ചെയ്യുന്നു? പുനർമൂല്യനിർണയത്തിന് വിധേയരാകുന്നു. അത് നോട്ട് ചെയ്തോ കേട്ടോ. AAC 5 ടിക്കറ്റ് വെക്കാം. അടുത്തത് AAC 6 ആണ് പറയുന്നത്. Laboratory services are provided as per the scope of service of the organization. ഒരു ഓർഗനൈസേഷന്റെ സേവനത്തിന്റെ പരിധിക്ക് അനുസരിച്ചാണ് ലബോറട്ടറിയിലെ സേവനങ്ങൾ നൽകുന്നത്. Laboratory services are provided എന്തിനനുസരിച്ചാ? As per the scope of service of the organization. ഒരു ഓർഗനൈസേഷന്റെ സർവീസിന് അനുസരിച്ചാണ് നമ്മൾ ലബോറട്ടറി സർവീസ് നൽകണേന്ന്. ഓക്കെ, അപ്പൊ ഓരോ സ്ഥാപനം, ഒരു ഓർഗനൈസേഷൻ എന്തൊക്കെ സർവീസുകൾ അവിടെ കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ചാണ്. അപ്പൊ നമ്മൾ വലിയ വലിയ ഇതൊക്കെ ആണെങ്കിലും അതിനനുസരിച്ച് ലബോറട്ടറി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. വലിയ ഹോസ്പിറ്റലിൽ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലബോറട്ടറിയും അതിനനുസരിച്ച് എന്താണ് എക്സ്പാൻഡ് ആയിരിക്കും അല്ലെ. അത്രയും ഫെസിലിറ്റിയും കൂടി അത്രയും സർവീസുകളും കൂടി ലബോറട്ടറി കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട. 6 AAC 6. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഈ ഒരു പേജില് ഇപ്പൊ നമ്മൾ പറഞ്ഞത് എത്ര 6 പറഞ്ഞു. അതില് ഫസ്റ്റത്തെ നോട്ട് ചെയ്യുക, സെക്കൻഡ് നോട്ട് ചെയ്യുക, 5ഉം 6ഉം നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി അതിന് ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. രണ്ടാമത്തെ പോയിന്റ് AAC 2 ഇതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് തരാം. എന്തായാലും നമ്മളത് പഠിക്കുന്നുണ്ട് എന്താണോ എന്ന്. The organization has a well defined registration and admission process. Registration, admission അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പല രീതിയിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. AAC, according to AAC, the organization has a well-defined dash and dash. അങ്ങനെ വേണം ചോദിക്കാം. Well-defined registration and admission process. അപ്പൊ അത് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. അങ്ങനെ വേണമെങ്കിൽ നമ്മൾ ഓൾറെഡി അത് പഠിക്കുന്നുണ്ട്. എന്താണ് AAC 2 എന്നുള്ളത് നമുക്ക് പഠിക്കേണ്ട. അത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പൊ അതിന്റെ ഇനി അതനുസരിച്ച് വേണമെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം. ഇനി അതുപോലെ 5ഉം 6ലും നിങ്ങൾ നോക്കിയേ. പേഷ്യന്റ് 5 പറഞ്ഞത് പേഷ്യന്റ് കെയർഡ് ഫോർ ബൈ ദ ഓർഗനൈസേഷൻ അണ്ടർഗോസ് എ റെഗുലർ റീഅസസ്മെന്റ്. അവര് പതിവായിട്ട് റീഅസസ്മെന്റ്, പുനർമൂല്യനിർണയത്തിന് വിധേയരാകുന്നു. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് റെഗുലർ റീഅസസ്മെന്റ് എന്ന് അവിടെ നമുക്ക് ചോദിക്കാം. അക്കോർഡിംഗ് ടു AAC 5, പേഷ്യന്റ് കെയർഡ് for by the organization undergoes dash. അപ്പൊ AAC 5 അനുസരിച്ച് എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ഓർഗനൈസേഷൻ കെയർ ചെയ്യുന്ന പേഷ്യൻസ് പതിവായിട്ട് റീഅസസ്മെന്റിന് വിധേയരാകുന്നു. ഓക്കെ, അതുപോലെ 6ലും ഒന്ന് നോട്ട് ചെയ്തിട്ടോ. ലബോറട്ടറി സർവീസസ് ആർ പ്രൊവൈഡഡ് ആസ് പെർ ദ സ്കോപ്പ് ഓഫ് സർവീസസ് ഓഫ് ദ ഓർഗനൈസേഷൻ. AAC 6 അനുസരിച്ച് ലബോറട്ടറി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാ? ആ ഓർഗനൈസേഷന്റെ സർവീസിന് അനുസരിച്ചാണ്. അവിടെ അണ്ടർലൈൻ ചെയ്തിട്ട് ആസ് പെർ ദ സ്കോപ്പ് ഓഫ് സർവീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓക്കെ, as per the scope of service of the organization. നമ്മൾ നോട്ട് ചെയ്യുന്നത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. എല്ലാം കൂടി മാറ്റി പഠിച്ച് കൺഫ്യൂസ്ഡ് ആവേണ്ട. ഇമ്പോർട്ടന്റ് ആണ്. 1 പറഞ്ഞു, 2 പറഞ്ഞു, 5 പറഞ്ഞു, 6 പറഞ്ഞു. ഓക്കെ, അതിൽ അത്രയും 4 പഠിക്കാം നിങ്ങൾ.
ഇനി അടുത്ത നോക്കിയേ, 7ൽ എന്താ പറയുന്നത്? AAC 7 എന്താ പറയുന്നത്? സ്റ്റാൻഡേർഡ് 7ൽ എന്താ പറയുന്നത്? There is an established laboratory quality assurance program. There is an established laboratory quality assurance program. Quality assurance program എന്ന് പറഞ്ഞാൽ എന്താ? ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? A systematic process to ensure that service meet quality standards. ആ ക്വാളിറ്റി സ്റ്റാൻഡേർഡുകൾ പാലിക്കുന്നുണ്ടോ, ഒരു സർവീസ് ക്വാളിറ്റി സർവീസ് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ് എന്തെന്ന് പറയുന്ന ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം. അപ്പൊ അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? There is an established laboratory quality assurance program. ഒരു എന്താ ലബോറട്ടറി ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാംസ് ഉണ്ടെന്ന് ഉറപ്പിക്കുക. Then AAC 8 എന്താ പറഞ്ഞേക്കുന്നത്? There is an established laboratory safety program. There is an established laboratory safety programs ഉറപ്പിക്കുക. There is an established laboratory safety programs. Then AAC 9. 9ൽ എന്താ? Imaging services are provided as per the scope of the service of the organization. Imaging സർവീസുകൾ, എക്സ്റേ, നമ്മൾ പഠിച്ചില്ല MRI, അങ്ങനെയുള്ള റേഡിയോളജിയിലൊക്കെ ഉപയോഗിക്കുന്ന ഇമേജിംഗ് സർവീസുകൾ ഉണ്ടല്ലോ, അതെങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്? ആസ് പെർ ദ സ്കോപ്പ് ഓഫ് സർവീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ സർവീസിന്റെ സ്കോപ്പ് അതനുസരിച്ചിട്ടാണ് ഇമേജിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. അതും അങ്ങനെ തന്നെയാണ്. ഒരു ഓർഗനൈസേഷന്റെ സർവീസ്, അതിന്റെ വ്യാപ്തി അതനുസരിച്ചിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഇമേജിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. Imaging services are provided as per the scope of services of the organization. ഒരു ഓർഗനൈസേഷന്റെ ഒരു സർവീസ്, ഒരു സേവനത്തിന്റെ സ്കോപ്പ്, ഇതിന്റെ ഒരു വ്യാപ്തി അനുസരിച്ചിട്ടാണ് ഇമേജിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തത് AAC 10. 10ൽ എന്താ പറയുന്നത്? There is an established quality assurance program for imaging service. ഉണ്ടോ? ഇമേജിംഗ് സർവീസിൽ ഒരു ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാംസ് ഉറപ്പാക്കുക. There is an established quality assurance program എവിടെ? For imaging service. For imaging service. ഇനി next നോക്കിയേ, AAC 11. There is an established safety program in imaging services. There is an established safety program. Imaging serviceൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സേഫ്റ്റി പ്രോഗ്രാംസ് ഉറപ്പാക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൂടെ ഉറപ്പുവരുത്തുന്നുണ്ട്. There is an established safety program in imaging services. Then അടുത്തത് AAC 12. 12 നോക്കിയേ, patient care is continuous and multidisciplinary. നോട്ട് ചെയ്തിട്ടോ, 12ാമത്തെ പഠിക്കണം. AAC 12. patient care എങ്ങനെയായിരിക്കണം? കണ്ടിന്യൂസ്, തുടർച്ചയായിട്ടും മൾട്ടി ഡിസിപ്ലിനറി. പഠിച്ചിട്ടുണ്ടല്ലോ ഒരു വാക്ക്, മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ടീമുകളെ ഉൾക്കൊണ്ട്. ഇപ്പൊ ഒരു പേഷ്യന്റിന് ഒന്നിലധികം ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് നോക്കുകയാണ് അല്ലെ, എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് ബെറ്റർ കെയറിന് വേണ്ടിയിട്ട്. നമ്മളൊരു സർജറി പറഞ്ഞു, ഒരു ഡോക്ടർ മാത്രമല്ല, ഒരു സ്പെഷ്യൽ ഡോക്ടർ മാത്രമല്ല നോക്കുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു പേഷ്യന്റിനെ നോക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ടാ? ഒരു ബെറ്റർ കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ പേഷ്യന്റ് കെയർ എങ്ങനെയാണ്? ഈസ് കണ്ടിന്യൂസ് ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി. ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പേഷ്യന്റ് കെയർ ഈസ് കണ്ടിന്യൂസ് ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി. അപ്പൊ അതും നമ്മൾ ഡാഷ് ഇട്ട് വെച്ചോ. According to AAC 12, patient care is dash and dash. ഇങ്ങനെ കൊടുക്കണം. Patient care is continuous and multidisciplinary. Okay. Patient care is continuous and multidisciplinary.
അണ്ടർലൈൻ ചെയ്തോ? അതും കൂടി ആ കണ്ടിന്യൂസ് മൾട്ടി ഡിസിപ്ലിനറി ആ രണ്ട് വേർഡ്സിന്റെ അടിയിലും കൂടി നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. 12 എന്നുള്ളതും നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ക്ലിയർ ആയോ? AC 12 എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചും ചോദിക്കാം. പേഷ്യന്റ് കെയർ ഈസ് കണ്ടിന്യൂസ് ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുന്നത് അത് ആ സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 1 സ്റ്റാൻഡേർഡിലെ ഏത് സ്റ്റാൻഡേർഡിൽ വരുന്നതാണ്? ഇവിടെ ഓപ്ഷൻസ് ഇതുപോലെ തരും. AAC 10, AAC 11, AAC 12, AAC 13 എന്നുള്ളത്. അതിനകത്ത് അത് 12ാമത്തെ നോട്ട് ചെയ്ത് വെക്കാം. 12ാമത്തെ നോട്ട് ചെയ്ത്. ഇനി അടുത്ത് നോക്കി AAC 13 എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഓർഗനൈസേഷൻ ഹാസ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് ഡിസ്ചാർജ് പ്രോസസ്. ഉണ്ടോ? ഒരു എന്താ ഓർഗനൈസേഷനില് ഡിസ്ചാർജ് പ്രോസസ് അതിന്റെ ഒരു എന്താ പറയാ അത് ഉറപ്പിക്കുന്നുണ്ട്. ഓർഗനൈസേഷൻ ഹാസ് എ എസ്റ്റാബ്ലിഷ്ഡ് ഡിസ്ചാർജ് പ്രോസസ്. അല്ലെ? ഡിസ്ചാർജ് പെട്ടെന്ന് നമുക്ക് ഡിസ്ചാർജ് ചെയ്തൊന്നും പോരാൻ പറ്റില്ല. അതിന് അതിൻ്റെതായ റൂൾസുകളുണ്ട്. അല്ലെ? ഇപ്പൊ നമ്മൾ രാവിലെ ഡോക്ടർ വന്ന് നോക്കി, നമുക്ക് ഒരു 10-10:30 ഡോക്ടർ വന്ന് നോക്കി ഡിസ്ചാർജ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പോരാൻ പറ്റുമോ? അതിന് കുറച്ച് പേപ്പർ ലീഗൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് ബില്ല് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് എല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഉച്ച കഴിഞ്ഞിട്ടോടും കൂടിയ ഡിസ്ചാർജ് കിട്ടുള്ളൂ. അല്ലെ? അപ്പൊ ആ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ആ ഡിസ്ചാർജ് പ്രോസസ് ഓർഗനൈസേഷൻ ഉറപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇനിയാണ് അപ്പൊ 13 നോട്ട് ചെയ്ത് വെക്കാം. ദെൻ 14 ലാസ്റ്റ് സ്റ്റാൻഡേർഡ്സ് ചാപ്റ്റർ 1 14 എന്താ പറയുന്നത്? ദ ഓർഗനൈസേഷൻ ഡിഫൈൻസ് ദ കണ്ടന്റ് ഓഫ് ദ ഡിസ്ചാർജ് സമ്മറി. ഡിസ്ചാർജ് സമ്മറിയുടെ കണ്ടന്റ് എന്ത് ചെയ്യണം? ആ ഓർഗനൈസേഷൻ ഡിഫൈൻ ചെയ്യണം, നിർവചിക്കുന്നു. The organization defines the content of the discharge summary. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാ കേട്ടോ. The content of the discharge summary. The organization defines content of the dash. എന്താ? Discharge summary. അത് 14 ആണ് കേട്ടോ. സ്റ്റാൻഡേർഡ് 14 പറയുന്നതാണ് അത്. The organization defines the content of the discharge summary. Discharge summary-യുടെ ഒരു കണ്ടന്റ് ഓർഗനൈസേഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. 14. 12, 13, 14 അത് അണ്ടർലൈൻ ചെയ്യുക. അപ്പൊ നമ്മൾ ചാപ്റ്റർ 1 14 സ്റ്റാൻഡേർഡ്സിൽ നിങ്ങൾ എത്രണ്ണം പഠിച്ചാൽ മതി? 7 പഠിച്ചാൽ മതി. ഓക്കെ, 7 പഠിക്കാതെ പകുതി പഠിച്ചാൽ മതി. 14 ഉണ്ട്, അതിന് 7 മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. AAC 1, AAC 2, AAC 5, AAC 6, then AAC 12, AAC 13, AAC 14. 12, 13, 14 ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോട്ട് ചെയ്തില്ല എല്ലാവരും? അത്രയും മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി എല്ലാവരും നമ്മൾ ആ നോട്ട് ചെയ്തെടുത്തത് ഒന്ന് വായിച്ചു നോക്കി. പഠിക്കാൻ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കി, പെട്ടെന്നൊന്ന് വായിച്ചു നോക്കി. എന്നിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. ഈ 2ാമത്തെ ചാപ്റ്റർ ആണ്, ചാപ്റ്റർ 2 പറയുന്നത്. നമ്മള് HAയില് ഇങ്ങനെ 10 ചാപ്റ്റർ മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. അത് ഏതാന്ന് പേരുകൾ മാത്രമേ പറഞ്ഞുള്ളൂ. അതിന്റെ സമ്മറി നമ്മൾ പഠിച്ചില്ലായിരുന്നു. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് PGയിൽ വന്നപ്പോ അതിന്റെ ഓരോ സ്റ്റാൻഡേർഡിന്റെ കീഴിൽ വരുന്ന സമ്മറി നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, പെട്ടെന്നൊന്ന് വായിച്ചു നോക്കട്ടോ. അടുത്തത് കൂടി നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ?
അടുത്ത് നോക്കിയ രണ്ടാമത്തെയാണ് ചാപ്റ്റർ 2 ആണ്. ചാപ്റ്റർ 2 നമ്മൾ സമ്മറി ഓഫ് സ്റ്റാൻഡേർഡ് എത്ര പറഞ്ഞ 2 എത്രണ്ട്? സമ്മറി ഓഫ് സ്റ്റാൻഡേർഡ് എത്ര? 22. ആ 22 എണ്ണം നമുക്ക് പഠിക്കണം. ഫുള്ള് പഠിക്കണ്ട, അതുപോലെ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പറയാം. അത് 20 ആണ് നമുക്ക് ഇവിടെ തന്നേക്കുന്നത് കേട്ടോ. 22 20 ആണ് തന്നേക്കുന്നത്. നമ്മൾ ആ 100ന്റെ ഇത് വെച്ചില്ലേ, ഇവിടെ 105 തന്നെ ഉണ്ടല്ലോ. ഇത് വെച്ചിട്ട് 20 എണ്ണം തന്നിട്ടുണ്ട്. അത് കുറച്ച് മാത്രം ഇമ്പോർട്ടന്റ് ഞാൻ ഇതുപോലെ തന്നെ പറഞ്ഞു പോകുമ്പോൾ നോട്ട് ചെയ്യാൻ പറയാം. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തിടുക. ഫസ്റ്റ് നോക്കിയേ, COP1 കെയർ ഓഫ് പേഷ്യന്റ് ആണ് കേട്ടോ. അതിന്റെ സമ്മറി ഓഫ് സ്റ്റാൻഡേർഡ് അതിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആ പറയുന്നത് COP1 എന്താ പറയുന്നത്? യൂണിഫോം കെയർ ടു പേഷ്യന്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ ഓൾ സെറ്റിംഗ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ഈസ് ഗൈഡഡ് ബൈ റിട്ടൺ ഗൈഡ്ലൈൻസ് ആൻഡ് ദ ആപ്ലിക്കബിൾ ലോസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോ നമ്മൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ള രേഖാമൂലമുള്ള ലോസ്, നിയമങ്ങളും റെഗുലേഷൻസ്, നിയന്ത്രണങ്ങളും മാർഗനിർദ്ദേശങ്ങളും അതിന്റെ ചട്ടങ്ങളും ഒക്കെ വഴി വേണം ഒരു ഓർഗനൈസേഷന്റെ എല്ലാ ക്രമീകരണങ്ങളും എന്ത് ചെയ്യാനായിട്ട് പേഷ്യന്റിന് അതനുസരിച്ചിട്ട് വേണം. ഇതാണ് രേഖാമൂലമുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും ബാധകമായിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളും വഴി ഒരു ഓർഗനൈസേഷന്റെ എല്ലാ ക്രമീകരണങ്ങളിലും പേഷ്യന്റിന് എങ്ങനെ യൂണിഫോം കെയർ കണ്ടോ, ഏകീകൃതമായിട്ടുള്ള പരിചരണം നൽകണം. അതായത് പേഷ്യൻസ് നമ്മൾ ആ കൊടുക്കുന്ന കെയറിൽ നമുക്കൊരു പാശ്ചാത്യ കാര്യങ്ങളൊന്നും പാടില്ല. അവർക്കെല്ലാം യൂണിഫോം കെയർ, എല്ലാവർക്കും ഒരുപോലെയുള്ള ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു പരിചരണം കൊടുക്കണം. അതാണ് യൂണിഫോം കെയർ ടു പേഷ്യന്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ ഓൾ സെറ്റിംഗ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ എല്ലാ തലങ്ങളിലും എന്ത് ചെയ്യാം, പേഷ്യന്റിന് യൂണിഫോം ആയിട്ടുള്ള ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു പരിചരണം അവിടെ കൊടുക്കണം. എങ്ങനെയാ, എന്തനുസരിച്ചാ? ആ ഒരു ഗൈഡ് ലൈൻസിന്റെ അനുസരിച്ച്. ആൻഡ് ഈസ് ഗൈഡഡ് ബൈ റിട്ടൺ ഗൈഡ് ലൈൻസ് ആൻഡ് ആപ്ലിക്കബിൾ ലോസ് ആൻഡ് റെഗുലേഷൻ. അതിനൊക്കെ അനുസൃതമായിട്ട് എല്ലാ പേഷ്യൻസിനും ഒരു യൂണിഫോം കെയർ കൊടുക്കണം. രണ്ടാമത് നോക്കിയേ, COP. Emergency service are provided in accordance with the written guidelines, applicable laws and regulations. ഇനി എമർജൻസി സർവീസ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യണം? ഇൻ അക്കോർഡൻസ് വിത്ത് റിട്ടൺ ഗൈഡ്ലൈൻസ് ആൻഡ് ആപ്ലിക്കബിൾ ലോസ് ആൻഡ് റെഗുലേഷൻസ്. ഉണ്ടോ, രേഖാമൂലമുള്ള ഒരു മാർഗനിർദ്ദേശങ്ങളും അല്ലെങ്കിൽ ബാധകമായിട്ടുള്ള ലോസ് ആൻഡ് റെഗുലേഷൻ, നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ അനുസൃതമായിട്ട് വേണം എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ. അതാണ് COP2 പറയുന്നത്. എമർജൻസി സർവീസ് ആർ പ്രൊവൈഡഡ് ഇൻ അക്കോർഡൻസ് വിത്ത് written guidelines, applicable laws and regulations. അതൊന്ന് ടിക്കറ്റ് വെച്ചോട്ടോ. COP2 എന്നുള്ളത് ടിക്കറ്റ് വെക്കാം. അടുത്തത് COP3 എന്താ പറഞ്ഞേക്കുന്നത്? ആംബുലൻസ് സർവീസ് എൻഷുർ സേഫ് പേഷ്യന്റ് ട്രാൻസ്പോർട്ടേഷൻ വിത്ത് അപ്രോപ്രിയേറ്റ് കെയർ. ഇനി ആംബുലൻസ് സർവീസ് എങ്ങനെയാ കൊടുക്കണ്ടേ? ആംബുലൻസ് സർവീസുകൾ ആർ പ്രൊവൈഡഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ആംബുലൻസ് എമർജൻസി, രണ്ടാമത്തെ അല്ല നമ്മൾ പറഞ്ഞ എമർജൻസി ആണ്. എമർജൻസി സർവീസ് പറഞ്ഞല്ലോ. മൂന്നാമത്തെ ആംബുലൻസ് സർവീസ് എൻഷുർ സേഫ് പേഷ്യന്റ് ട്രാൻസ്പോർട്ടേഷൻ അപ്രോപ്രിയേറ്റ് വിത്ത് അപ്രോപ്രിയേറ്റ് കെയർ. ഇനി ആംബുലൻസ് സർവീസ് എങ്ങനെയാ? ഒരു ഉചിതമായിട്ടുള്ള ഒരു പരിചരണത്തോടു കൂടി തന്നെ ഒരു സുരക്ഷിതമായിട്ട് പേഷ്യന്റിന് സേഫ്റ്റി ആയിട്ട് സുരക്ഷിതമായ പേഷ്യന്റിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഉറപ്പാക്കുന്നു. ആംബുലൻസ് സർവീസ് എൻഷുർ സേഫ് പേഷ്യന്റ് ട്രാൻസ്പോർട്ടേഷൻ. ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു പേഷ്യന്റ് ട്രാൻസ്പോർട്ടേഷൻ ആംബുലൻസ് സർവീസ് എന്ത് ചെയ്യുന്നു? ഉറപ്പുവരുത്തുന്നു. വിത്ത് അപ്രോപ്രിയേറ്റ് കെയർ. എങ്ങനെയാ? അനുസൃതമായിട്ടുള്ള ഒരു പരിചരണത്തോടു കൂടി, ഒരു ഉചിതമായിട്ടുള്ള പരിചരണത്തോടു കൂടി പേഷ്യന്റിന് സുരക്ഷിതമായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ആംബുലൻസ് സർവീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഉറപ്പുവരുത്തുന്നുണ്ട്. ഓക്കെ, ആംബുലൻസ് സർവീസ്
ensure safe patient transportation with the appropriate care. നമ്മൾ COP2 പറഞ്ഞില്ലേ? എമർജൻസി സർവീസിന്റെ പറഞ്ഞില്ലേ? ഓക്കെ, മൂന്നാമത്തെ കേട്ടോ. ഇതിനകത്ത് ഓർഡർ തെറ്റിയിട്ടുണ്ടോ അത് തന്നെ ഞാൻ ഒന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് പറഞ്ഞല്ലേ. COP2 COP3 അതില് COP3 ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. COP3 ഒന്ന് ടിക്ക് ഇട്ട് വെച്ചോട്ടോ. ഇതൊന്ന് മനസ്സിലാക്കുക. എങ്ങനെയാണ് ആംബുലൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? എങ്ങനെയാ? ഉചിതമായിട്ടുള്ള ഒരു പരിചരണത്തോടു കൂടി പേഷ്യന്റിന് സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ അവരുടെ ട്രാൻസ്പോർട്ടേഷൻ ഉറപ്പാക്കുന്നു. അങ്ങനെയുള്ള ഒരു ആംബുലൻസ് സർവീസ് ഉറപ്പുവരുത്തുന്നുണ്ട്. ക്ലിയർ അല്ലേ? ആംബുലൻസ് സർവീസ് എൻഷുർ സേഫ് പേഷ്യന്റ് ട്രാൻസ്പോർട്ടേഷൻ വിത്ത് അപ്രോപ്രിയേറ്റ് കെയർ. അതും ഒന്ന് അണ്ടർലൈൻ ടിക്കറ്റ് വെച്ചോ, ഒന്ന് അണ്ടർലൈൻ ചെയ്തില്ല കേട്ടോ. ആംബുലൻസ് സർവീസ് എൻഷുർ സേഫ് പേഷ്യന്റ് ട്രാൻസ്പോർട്ടേഷൻ അണ്ടർലൈൻ ചെയ്തു. അത്രയും സേഫ് പേഷ്യന്റ് ട്രാൻസ്പോർട്ടേഷൻ. അടുത്തത് COP4 നോക്കാം കേട്ടോ. 4. The organization plans and implement mechanisms for the care of patients during community emergencies, epidemic and other disaster. Okay, ഇപ്പൊ നമ്മളിങ്ങനെ the organization plans and implement mechanisms for the care patient during community emergencies. എന്തെങ്കിലും കമ്മ്യൂണിറ്റി എമർജൻസി അത്യാഹിതങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ എപ്പിഡമിക് എന്ന് പറഞ്ഞ എന്താ, പകർച്ചവ്യാധികള്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസാസ്റ്റർ എന്താ, എന്തെങ്കിലും ദുരന്തങ്ങൾ. അപ്പൊ എന്തെങ്കിലും കമ്മ്യൂണിറ്റിയില് അത്യാഹിതങ്ങളോ അല്ലെങ്കിൽ പകർച്ചവ്യാധികളോ അല്ലെങ്കിൽ ഡിസാസ്റ്റർ എന്നിവയിലൊക്കെ, ഡിസാസ്റ്റർ എന്ന് പറയുന്ന ദുരന്തങ്ങൾ എന്നിവയില് പേഷ്യന്റിന്റെ പരിചരണത്തിന്, പേഷ്യന്റിന് കെയർ കൊടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ആ ഒരു ഓർഗനൈസേഷൻ പ്ലാൻ ചെയ്യുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ എന്തെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിൽ എമർജൻസി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ ആ ഒരു പ്രദേശത്തുള്ള ആളുകൾക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ദുരന്തങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ പേഷ്യന്റിന്റെ അവർക്ക് പേഷ്യന്റിന് കെയർ കൊടുക്കണ്ടേ? പേഷ്യന്റിന്റെ പരിചരണം അത് എന്ത് ചെയ്യുന്നു? ആ ഒരു ഓർഗനൈസേഷൻ പ്ലാൻ ചെയ്യും. എങ്ങനെയൊക്കെ അവർക്ക് നമ്മുടെ ഇതിൽ നിന്ന് നമുക്ക് ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ അത് എന്തൊക്കെ നടപ്പിലാക്കാം എന്നുള്ളത് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു? ഓർഗനൈസേഷൻ പ്ലാൻ ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഓക്കെ, അടുത്തത് COP5 ആ പറയുന്നത്. കെയർ ഓഫ് പേഷ്യന്റ് 5 സ്റ്റാൻഡേർഡിൽ എന്താ പറയുന്നത്? Cardiopulmonary resuscitation service are provided uniformly across the organization. ഒരു ഓർഗനൈസേഷനിലുടനീളം കാർഡിയോപൾമണറി റെസിസ്റ്റേഷൻ സർവീസുകൾ എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ചെയ്യുന്നു. ഒരു ഓർഗനൈസേഷനിലുടനീളം കാർഡിയോപൾമണറി റെസിസ്റ്റേഷൻ സർവീസ് എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ചെയ്യുന്നു. അതെങ്ങനെയാ? യൂണിഫോംലി, ഒരുപോലെ നൽകുന്നു. ഒരു ഓർഗനൈസേഷനിൽ ഉടനീളം നൽകുന്നു, ഒരേപോലെ നൽകുന്നു. COP5 നോട്ട് ചെയ്തു കേട്ടോ. അപ്പൊ അതിൽ നിന്ന് 3ഉം 5ഉം നിങ്ങൾ പഠിച്ചു വെക്കും. 3ഉം 5ഉം. ഇനി 3, 5 ലാസ്റ്റ് എന്നിട്ട് ഒന്നുകൂടി ഞാൻ പറയാം കേട്ടോ. എഡിറ്റ് ഒന്ന് ടിക്ക് ഇട്ടത് ഒന്ന് കറക്റ്റ് അല്ലേ എന്ന് നിങ്ങളൊന്ന് നോക്കണം. 2 വേണ്ട, 3ഉം 5ഉം പഠിച്ചാൽ മതി കേട്ടോ. 3ഉം 5ഉം മതി. ഓക്കെ, 3, 5. ഇനി COP6 നോക്കിയേ. Nursing care is provided to patient in the organization in consonance with the clinical protocols. നഴ്സിംഗ് പ്രോട്ടോകോളുകൾ, ക്ലിനിക്കൽ പ്രോട്ടോകോളുകൾക്ക് അനുസൃതമായിട്ട് വേണം എന്ന് അവിടെ ആ ഒരു ഓർഗനൈസേഷനിലെ പേഷ്യന്റിന് അതനുസരിച്ച് വേണം ഒരു നഴ്സിംഗ് കെയർ കൊടുക്കാനായിട്ട്. നഴ്സിംഗ് കെയർ എങ്ങനെ വേണം? നഴ്സിംഗ് കെയർ ഈസ് പ്രൊവൈഡഡ്
to patient in the organization in consonance with the clinical protocol. Clinical പ്രോട്ടോകോളുകൾക്ക് അനുസൃതമായിട്ട് വേണം ഒരു ഓർഗനൈസേഷൻ, ആ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു സ്ഥാപനം എന്ത് കൊടുക്കാനായിട്ട്, നേഴ്സിംഗ് കെയർ പേഷ്യന്റിന് കൊടുക്കാനായിട്ട്. ഓക്കെ, nursing care is provided to patient in the organization in consonance with the clinical protocols. Okay, then 7, okay, clinical procedures are performed safely. 7th one, note it out. I mean, 7, COP 7, note it down, tick it up. Clinical procedures are performed safely. A safely no adila underline cheyida. Clinical procedures are performed. എങ്ങനെ പെർഫോം ചെയ്യണം? സേഫ്ലി, സുരക്ഷിതമായി. ക്ലിനിക്കൽ പ്രൊസീജിയറുകൾ സുരക്ഷിതമായി നടപ്പിലാക്കണം. ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സ് ആർ പെർഫോം സേഫ്ലി. COP 8 എന്താ പറയുന്നത്? Transfusion services are provided as per the scope of services of the organization safely. Transfusion services are provided. Transfusion സർവീസുകൾ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോഴുള്ള ആ സർവീസുകൾ എങ്ങനെ വേണം? ആസ് പെർ ദ സ്കോപ്പ് ഓഫ് സർവീസസ് ഓഫ് ദ ഓർഗനൈസേഷൻ സേഫ്ലി. ഒരു ഓർഗനൈസേഷന്റെ നമുക്ക് പരിധിക്ക് അനുസരിച്ച് ട്രാൻസ്ഫ്യൂഷൻ സർവീസ് സുരക്ഷിതമായിട്ട് നടപ്പിലാക്കണം. Transfusion services are provided as per the scope of the services of the organization safely. അതായത് ഒരു ഓർഗനൈസേഷന്റെ പരിധിക്ക് അനുസരിച്ച് അതിന്റെ ആ ഒരു സർവീസ് നമ്മൾ കൊടുക്കുന്നത്, ഒരു ഓർഗനൈസേഷന്റെ ഒരു സർവീസിന്റെ ഒരു പരിധിക്ക് അനുസരിച്ചിട്ട് വേണം ട്രാൻസ്ഫ്യൂഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അടുത്ത നോക്കിയേ, 9th one എന്താ? The organization provides care in intensive care and high dependency unit in a systematic manner. The organization provide a care in intensive care. നിങ്ങൾക്കറിയാം ICU അല്ലെ, intensive care unit അവിടെ. പിന്നെ നോക്കിയാൽ ഹൈ ഡിപെൻഡൻസി യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താ? ഹൈ ഡിപെൻഡൻസി യൂണിറ്റിന് കേട്ടിട്ടുണ്ടോ? ഹൈ ഡിപെൻഡൻസി യൂണിറ്റ് എന്ന് ഹൈ ഡിപെൻഡൻസി യൂണിറ്റിന് ICU അല്ല, നമ്മള് ICU അല്ലാതെ തന്നെ പേഷ്യന്റിന് നമുക്ക് സാധാരണ വാർഡിലെ അതിനേക്കായും പേഷ്യന്റിന് സാധാരണ വാർഡിനേക്കായും നമുക്ക് കൂടുതൽ കുറച്ചും കൂടി വിപുലമായിട്ടുള്ള പരിചരണം നടത്തുന്ന ഒരു ഏരിയ. അതാണ് സാധാരണ വാർഡിനേക്കായും കുറച്ചും കൂടി കെയർ കൊടുക്കുന്ന ഏരിയ. അത് ഇന്റൻസീവ് കെയറിനോടൊക്കെ ചേർന്നായിരിക്കും ഒരു റൂം. ഇന്റൻസീവ് കെയറിനോടൊക്കെ ചേർന്ന്, അപ്പൊ സാധാരണ വാർഡിൽ കിടക്കുമ്പോൾ അത്രയ്ക്ക് കെയർ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അങ്ങനെ കുറച്ചുകൂടി കെയർ കൊടുക്കേണ്ട കേസുകളില്ലേ? എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ സർജറി ചെയ്ത് കഴിഞ്ഞു, അപ്പൊ അവര് കുറച്ചുകൂടി വാർഡിൽ കിടക്കുമ്പോൾ കൊടുക്കുന്ന കെയറിനേക്കായും കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി, കുറച്ചുകൂടി കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ICUനോട് ചേർന്നൊക്കെ കാണുന്ന റൂം, ചേർന്നായിരിക്കും മിക്കവാറും ICUനോടൊക്കെ ചേർന്ന് കാണപ്പെടുന്ന സ്പെഷ്യൽ ഏരിയ ആണ് ഹൈ ഡിപെൻഡൻസി യൂണിറ്റ് എന്ന് പറയുന്നത്. സർജറി ഒക്കെ നടത്തിയ പേഷ്യൻസിനൊക്കെ ഇതാണ് അവിടെ എന്താണ് ഒരു കെയർ കൊടുക്കുന്നുണ്ട്. ഓർഗനൈസേഷൻ പ്രൊവൈഡ് കെയർ ഇൻ ഇന്റൻസീവ് കെയർ ആൻഡ് ഹൈ ഡിപെൻഡൻസി യൂണിറ്റിന്റെ സിസ്റ്റമാറ്റിക് മാനർ. ഒരു ചിട്ടയായിട്ടുള്ള രീതിയിൽ ഓർഗനൈസേഷൻ എവിടെ ഇന്റൻസീവ് കെയർ യൂണിറ്റിലും ഹൈ ഡിപെൻഡൻസി യൂണിറ്റിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നല്ലൊരു കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും മതി. ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അപ്പൊ അതില് നമ്മൾ COPയില് നോട്ട് ചെയ്യാൻ പറഞ്ഞത് 3 നോക്കണം, 5 നോക്കണം, 7 നോക്കണം, 3 ഓക്കെ, നമ്മൾ ഇത്രയും പറഞ്ഞില്ല കേട്ടോ. COP 3, COP 5, COP 7 ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.